ഗുഡ് ഈവനിങ്. എല്ലാവർക്കും മറ്റൊരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ആൻഡ് നമ്മൾ ഇന്ന് നിഫ്റ്റിനെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം ഒരു 0.3% ഒരു മൈനർ സെൽ ഓഫാണ് നമുക്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് മോസ്റ്റ്ലി നിഫ്റ്റിയുടെ വീണ്ടും നമ്മൾ ലോവർ ടൈം ഫ്രെയിംസിലൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നത്തെ ദിവസം മോസ്റ്റ്ലി ഏകദേശം ഒരു 95% ഓഫ് ടൈം നിഫ്റ്റി മോസ്റ്റ്ലി ഒരു റേഞ്ചിലാണ് കിടന്നത്. റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു 185 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ച്. സോ മൺഡേ മോസ്റ്റ്ലി നമുക്ക് മൺഡേ തിങ്കളാഴ്ച നമ്മൾ കാണുന്ന കുറച്ച് കോമൺ കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ വിക്സിനുള്ള ഷൂട്ടപ്പ് 4.85%. നോർമലി വിക്സ് ഷൂട്ടപ്പ് നടക്കുന്നത് മാർക്കറ്റിൽ അഗ്രസീവ് മൂവ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമുക്ക് അത്യാവശ്യം ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് വിക്സിൽ പൊതുവേ ഷൂട്ടപ്പ് നടക്കാറുണ്ട്. ആൻഡ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു നോർമൽ സൈഡ് വേസ്, ഒരു ബെയറിഷ് ടു സൈഡ് വേസ് മാർക്കറ്റാണ് നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആൻഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ലാസ്റ്റ് 2 ഡേയ്സായിട്ട് നെഗറ്റീവിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പത്തെ ദിവസം ഏകദേശം നിഫ്റ്റി തന്നെ ഏകദേശം ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.60% ഒരു വളരെ അഗ്രസീവ് 1.60% അത് കൂടുതലുണ്ടത്. ഏകദേശം ഒരു 1.6% ഒരു നല്ല അഗ്രസീവ് മൂവ്മെൻറ്റ് നടന്നിട്ടാണ് ഈ ഒരു മൈനർ പുൾ ബാക്കും കാര്യങ്ങളും നിലവിൽ 2 ദിവസമായിട്ട് നടക്കുന്നത്. സോ ലാസ്റ്റ് ദിവസത്തെ ആ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ ഫിബ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.23 ലെവലിന് താഴെയാണ് നിഫ്റ്റി നിലവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ഒരു 50% ഡൗൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചൊരു അഗ്രസീവ് സെൽ ഓഫുകൾ നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് എബവ് ദാറ്റ് ഇറ്റ്സ് ടോട്ടലി സേഫ്. ആൻഡ് നമ്മൾ വീണ്ടും ലെവൽസിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് നാളത്തേക്ക് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. ഏകദേശം 24,949 and 962 എന്ന് പറയുന്ന ആ ഒരു ഏകദേശം 20-25 പോയിൻറ്റ്സിൻ്റെ ആ ഒരു റേഞ്ച്. ആൻഡ് നിഫ്റ്റി നിലവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു കൺസോൾട്ടേഷൻ ഫേസിനാണ്. ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് നമുക്ക് പറയാറായിട്ടില്ല അതിനെ. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല അപ്സൈഡ് മൂവ്മെൻ്റ് ഒക്കെ നിഫ്റ്റിയിലുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവ് മൂവ്മെൻറ്റ് നിഫ്റ്റി കഴിഞ്ഞ ലാസ്റ്റ് തേഴ്സ്ഡേയിലെ അവസാന മണിക്കൂറുകൾ നിഫ്റ്റി നോക്കിയെങ്കിലും ആ മൂവ്മെൻറ്റ് അങ്ങനെ സസ്റ്റെയിൻ ചെയ്തില്ല. സോ ഈ ഒരു ബെയറിഷ് ടു അല്ലെങ്കിൽ ആ ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ പ്രിറ്റി നോർമൽ. നമ്മൾ ആ ഒരു ലെവലിൽ ഫിബ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നിലവിൽ ഒരു 0.23 ഒരു റേഞ്ചിലാണ് നിലവിൽ നിഫ്റ്റി നിൽക്കുന്നത്. ആൻഡ് അത് ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നാളെ നമുക്കൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഒരു എബവ് 0.23 മുകളിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് നിഫ്റ്റിയിൽ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ വീണ്ടും മേജർ ലെവൽസായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ നാളത്തെ നോക്കേണ്ട ലെവലുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ലെവൽസ് വരയ്ക്കാൻ അധികം കോംപ്ലിക്കേറ്റഡ് അനാലിസിസിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ലെവൽസ് കൺസിഡർ ചെയ്യാൻ ആൻഡ് മൾട്ടിപ്പിൾ ടച്ച് പോയിൻറ്റ്സ് ഉള്ള ലെവൽസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാം. ആൻഡ് അതിനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്യും. അതായത് ലെവൽസിന് നമ്മൾ മോസ്റ്റ്ലി ഫിൽട്ടർ ചെയ്യുകയും കൂടി ചെയ്യണം. ഓക്കെ, ആൻഡ് ഫിൽട്ടർ ചെയ്യുക, ലെവലായിട്ട് കൺസിഡർ ചെയ്യാതെ അതിനെ പൊതുവെ നമ്മൾ റേഞ്ചസ് ആയിട്ടും കൂടി എന്ത് ചെയ്യുക, ആ ഒരു ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയും കൂടി വേണം. ഓക്കെ, ആൻഡ് നമുക്ക് വീണ്ടും ഇതൊരു പ്രോപ്പർ ട്രെൻഡ് ലൈൻ ആയിട്ടില്ല. നമുക്ക് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യും, വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3rd ടച്ച് പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ട്രെൻഡ് ലൈൻ കൺഫർമേഷൻ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. 3rd ടച്ച് പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ. ആൻഡ് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് നോക്കാൻ പറ്റുന്ന ലെവൽ ഈ ഒരു റേഞ്ചാണ്. ഏകദേശം 24,539 555 എന്ന് പറയുന്നൊരു റേഞ്ച്. സോ ഇത്രയും ലെവൽസാണ് നിലവിൽ നിഫ്റ്റിയിലുള്ളത്. ആൻഡ് നമ്മൾ നിഫ്റ്റിയിൽ ഇന്നത്തെ ദിവസം വിക്സിന് നല്ല രീതിക്ക് ഷൂട്ടപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഓപ്പൺ ഡ്രസ് നോക്കുകയാണെങ്കിൽ 25,000 വളരെ നല്ല രീതിക്ക് കോൾ റേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11:30 സമയത്തൊക്കെ ഇത് സെൻസിബിൾ എന്ന പ്ലാറ്റ്ഫോമാണ്. സെൻസിബിൾ പ്ലാറ്റ്ഫോം നമുക്ക് ഓയുടെ ചേഞ്ച് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാം. ഒരു 11:30 സമയത്തൊക്കെ ഏകദേശം പുട്ട് സൈഡിലായിരുന്നു റൈറ്റിംഗ്. അതായത് ഒരു ഉച്ചവരെ ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ബുള്ളിഷ് മൊമെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുമെന്നാണ് ഉച്ചവരെ. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 12-24 ഒക്കെ ആയപ്പോഴത്തേനും OI നേരെ ഓപ്പോസിറ്റ്, നേരെ ഉൾട്ടയായി OI. ആൻഡ് ക്ലോസിംഗ് ആകുമ്പോൾ എന്താ, ഓപ്പൺ ഇൻട്രസ്റ്റിൽ കോൾ റേറ്റ് നല്ല രീതിക്ക് സ്ട്രോങ്ങുമായി. ബട്ട് സ്റ്റിൽ എന്താ പുട്ട് റേറ്റിംഗ് അവിടെ
അത്യാവശ്യം കുറഞ്ഞ് വന്നിട്ടുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിലും. ആൻഡ് വിക്സിൽ ഏകദേശം ഒരു 4.86% ഒരു വളരെ സ്ട്രോങ് ഷൂട്ടപ്പ് നമുക്ക് വിക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് അത് മൺഡേയിൽ തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ എന്താണ്, മൺഡേയിൽ ആ ഒരു ഷൂട്ടപ്പ് ഭയങ്കര ഒരു നോർമൽ കേസാണ്. ആൻഡ് നമ്മൾ മിഡ് ക്യാപ്പിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിലേക്ക് നോക്കുമ്പം കഴിഞ്ഞൊരു 4-5 ഡേയ്സ് ആയിട്ട് മിഡ് ക്യാപ്പിൽ നല്ല രീതിയിലുള്ള ബൈയിങ് ആണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമുക്ക് വീണ്ടും ഒരു മൈനർ സെൽ ഓഫ് അല്ലെങ്കിൽ മൈനർ പുൾ ബാക്ക് എന്തായാലും മിഡ് ക്യാപ്പിൽ വേണം. സോ ഇറ്റ്സ് ബെറ്റർ മിഡ് ക്യാപ്പ് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ ബെറ്ററാണ്. ആൻഡ് അവരുടെ ഏരിയ എന്ന് വെച്ചാൽ ഇപ്പോൾ 50% വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു മൈനർ സെൽ ഓഫ് തന്നിട്ടൊക്കെ പോവുകയാണെങ്കിൽ എന്താ നമുക്ക് കുറച്ചും കൂടി ക്ലീൻ അല്ലെങ്കിൽ ഒരു വളരെ ക്ലിയർ ട്രെൻഡ് നമുക്ക് മിഡ് ക്യാപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യാം, സെയിം ആസ് ഇൻ സ്മോൾ ക്യാപ്പ്. പക്ഷേ മിഡ് ക്യാപ്പിൽ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മേജർ ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മിഡ് ക്യാപ്പിൽ. പക്ഷേ സ്മോൾ ക്യാപ്പ് ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ ആണ്. പക്ഷേ സ്മോൾ ക്യാപ്പിൽ വരുമ്പം മോസ്റ്റ്ലി എന്താണ് മാർക്കറ്റ് നിലവിൽ ആ ഒരു റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞു. ആൻഡ് ആ ഒരു അപ്രോച്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് അവിടെ സ്മോൾ ക്യാപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് താഴത്തുള്ള മോസ്റ്റ്ലി സെയിം ക്യാരക്ടറിലാണ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഫിബ് ഇടാം. ഓക്കെ, സോ സ്മോൾ ക്യാപ്പിൽ സെൽ ഓഫ് ഒരു 0.23 ലെവലിൽ നിന്നൊക്കെ ഒരു റിവേഴ്സലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ട്രെൻഡ് നമുക്ക് വീണ്ടും സ്മോൾ ക്യാപ്പിലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ലാസ്റ്റ് വീക്ക് മാർക്ക് ചെയ്ത ലെവൽസ് തന്നെയാണ് ഞാൻ വീണ്ടും നാളെ ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് മാർക്ക് ചെയ്ത ലെവൽസ് 55,691 എന്ന് പറഞ്ഞ ലെവൽ ജസ്റ്റ് ഒരു പ്രീവിയസ് ഡേ ഹൈ, ഒരു പ്രീവിയസ് അതായത് മെയ് 2 ഉണ്ടാക്കിയ ഒരു ഹൈ ആണ് ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നെങ്കിലും അതങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ബാങ്ക് നിഫ്റ്റിക്ക്. സോ ബാങ്ക് നിഫ്റ്റിയിൽ അധികം ഒരു പ്രോപ്പർ റിവ്യൂവോ കാര്യങ്ങളോ ഒന്നും അത്ര ഒരു കൺവിൻസ്ഡ് അല്ല ബാങ്ക് നിഫ്റ്റി. കാര്യം ഭയങ്കരമായിട്ടുള്ള ഒരു വാട്ട് വി സേ നല്ല രീതിക്കുള്ള ഒരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണെങ്കിലും ഇവിടെ കണ്ടോ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണെങ്കിലും ഭയങ്കര വോളട്ടൈലായിട്ടാണ് മാർക്കറ്റ് ആക്ട് ചെയ്തേക്കുന്നത്. ഒരു 15 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിലിൽ ഏകദേശം റേഞ്ച് കാണും 221 പോയിൻറ്റ്സ് ഒക്കെയാണ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. ഭയങ്കര ഹൈ ആണത്. ബട്ട് അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റിൽ ഞാൻ അധികം വ്യൂ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിൽ കുറച്ച് നാളെ തന്നെ ഒന്ന് മാറി നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ക്ലീൻ ഡയറക്ഷണൽ വ്യൂ ഒക്കെ വരുന്നത് വരെ ബാങ്ക് നിഫ്റ്റിൽ മാറി നിൽക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ആൻഡ് നമ്മൾ സ്റ്റോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നാളെ നോക്കി വെക്കുന്ന കുറച്ച് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അല്ല, ഇത് ജസ്റ്റ് എൻ്റെ പേഴ്സണൽ അനാലിസിസും പേഴ്സണൽ വ്യൂ ആണ്. വെക്കുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മെയിൻലി അദാനി ടോട്ടൽ ഗ്യാസ് ആണ്. അദാനി ടോട്ടൽ ഗ്യാസിൽ നിലവിൽ ഏകദേശം ഈ ഒരു സപ്പോർട്ട് റേഞ്ച്, ഓക്കെ, ഈ ഒരു സപ്പോർട്ട് റേഞ്ചാണ് നമ്മൾ നിലവിൽ നോക്കുന്നതെന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വേണ്ട, ഈ ഒരു സപ്പോർട്ട് റേഞ്ച് വേണ്ട, നമുക്ക് ഇത്രയും മതി. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ നല്ലൊരു വ്യൂ ഞാൻ ATGയിൽ കാണുന്നുള്ളൂ. ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 663 വരെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്സൈഡിലേക്ക് കറൻറ്റ്ലി വ്യൂവോ കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് മാർക്കറ്റിൽ പ്രകാരം മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റാണ് നിലവിൽ കാണുന്നത്. സോ ഞാൻ ഡൗൺ സൈഡിലേക്കാണ് അതാണ് ടോട്ടൽ ഗ്യാസിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് BEL നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു സെയിം തന്നെയാണ്. ഓക്കെ, BELലും ഓൾമോസ്റ്റ് ഒരു മേജർ സപ്പോർട്ടാണ്. ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അധികം കാണത്തക്ക രീതിക്കുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബട്ട് നമുക്ക് സ്റ്റിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഒക്കെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടൊക്കെ ആയിട്ടൊരു 360 നമുക്ക് വയ്ക്കാവുന്നതാണ്. 360 അതുപോലെ ഒരു 555 അധികം കൺസിഡർ ചെയ്യണമെന്നില്ല, ഒരു 350 വേണ്ട, ഈ രണ്ട് റേഞ്ച്. ഇതിൽ ഞാൻ അപ്സൈഡിലേക്ക് പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഗെയിലിലേക്ക് നോക്കുകയാണെങ്കിൽ ഗെയിലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലെവലാണ്. ഏകദേശം ആ റേഞ്ചായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 189 ആൻഡ് 188. ആൻഡ് ഒരു നല്ലൊരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനും നമുക്ക് ഗെയിലുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂസിങ് പാർട്ട്, ഇവിടെ നമുക്ക് ഇവിടെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇവിടെയാണെങ്കിൽ 1 2 3 4 ടച്ച് പോയിൻറ്റുകളുണ്ട്. ബട്ട് ഔട്ടർ നോക്കുകയാണെങ്കിൽ ഏകദേശം അവിടെ 2 ടച്ച് പോയിൻറ്റുള്ളൂ. രണ്ടും സെയിം റേഞ്ചാണ്. സോ അതായത്
ഈ കേസിൽ ട്രെൻഡ് ലൈൻ രണ്ടും കറക്റ്റാണ്. നമ്മുടെ ഇവിടെ അതായത് ഇപ്പോൾ ഞാനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു, വേറെ ഒരാൾ വരച്ച ട്രെൻഡ് ലൈൻ എന്ന് വെച്ചാൽ ഈ ഒരു റേഞ്ചാണ്. രണ്ടും സെയിം ആണ്, അതൊരു ഇഷ്യൂ അല്ല. ട്രേഡിംഗ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ പ്രോബിലിറ്റി. നമ്മൾ എത്രമാത്രം ഒരു പ്രോബിലിറ്റിയെ ബേസ് ചെയ്താണ് ട്രേഡിംഗ് ഇരിക്കുന്നത്. പ്രോബിലിറ്റിയുടെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുക. ഒരു ട്രേഡിൽ ഞാൻ എന്തുമാത്രം ലൂസ് ചെയ്യുന്നു, ഒരു ട്രേഡിൽ ഞാൻ എന്തുമാത്രം ഗെയിൻ ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്യാനിരിക്കുന്നത്. സോ ഈ രണ്ട് അനാലിസിസും കറക്റ്റാണ് ആസ് ലോങ് ആസ് വി ഫോളോ അവർ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യുന്ന ഔട്ടറാണ് കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു സേഫ് പ്ലേ എന്ന രീതിക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഔട്ടറാണ്. മോസ്റ്റ്ലി ഈ ഏറ്റവും റീസെൻ്റിലേക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റീസ് അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്സൈഡിലേക്കാണെങ്കിൽ ഞാൻ ഔട്ടർ പോയിന്റുകളായി കൺസിഡർ ചെയ്യുന്നത്. ഡൗൺ സൈഡിലേക്കാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് 187 എന്ന് പറയുന്ന ലെവലാണ് ഗെയിലിൽ. ആൻഡ് മൂവിങ് ഓൺ ടു IRFC ഓൾമോസ്റ്റ് ഐ തിങ്ക് ഓൾ ടൈം ഹൈ അല്ല, IRFC അല്ല. ഓക്കെ, സോ IRFCയിലേക്ക് നോക്കുകയാണെങ്കിൽ IRFCയിൽ ഏകദേശം ഒരു നല്ല റേഞ്ച് ക്രിയേറ്റ് ചെയ്താണ് നിലവിൽ IRFC നിൽക്കുന്നത്. സോ വേണ്ട, IRFC ഇറ്റ്സ് നോട്ട് ദാറ്റ് കൺവിൻസിങ്. കാര്യം ഓൾറെഡി നല്ലൊരു മൂവ്മെൻറ്റ് IRFC കാഴ്ചവെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 3 ഡേയ്സ് നോക്കുകയാണെങ്കിൽ, ഒരു 3-4 ഡേയ്സ് നോക്കുകയാണെങ്കിൽ IRFC ഏകദേശം 13% മൂവ് ചെയ്തു. ആൻഡ് താഴത്തെ റേഞ്ചസും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇല്ല, IRFC ഞാൻ നിലവിൽ ഒഴിവാക്കിയാണ്. ബാക്കി 3 സ്റ്റോക്കുകളിലായിരിക്കും ഞാൻ നിലവിൽ റേഡാറിൽ വയ്ക്കുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നിഫ്റ്റി നമുക്ക് വീണ്ടും നല്ലൊരു അപ്സൈഡ് വാറിൻ്റെയും ടാരിഫിൻ്റെയും ഇഷ്യൂസൊക്കെ ഒന്ന് തണുത്തത് കൂടി നമുക്ക് വീണ്ടും നല്ല അപ്സൈഡ് മൂവ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് നിഫ്റ്റിയിൽ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വാട്ട് ഡു വി സേ മാർക്കറ്റ് നമുക്ക് എന്തായാലും നാളെ രാവിലെ നിഫ്റ്റിയും അതുപോലെ ഇന്ന് രാത്രി ഡോ ജോൺസ് ഇൻഡെക്സ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് നാളെ വീണ്ടും നമുക്ക് നിഫ്റ്റിയുടെ വ്യൂ കുറച്ചും കൂടി നമുക്ക് എഫേർട്ട്ലെസ്ലി അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ്ലി നമുക്ക് അനാലിസിസ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് നാളെ വൈകുന്നേരം വീണ്ടും നമുക്കൊരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് വീണ്ടും കാണാം. താങ്ക് യു.